ഉണ്ട് ഖുർആനിൽ, രൂപം വിശദീകരിച്ചിട്ടുണ്ട് ഖുർആനിൽ എന്നർത്ഥം. എന്നാ മറ്റൊരു മകനെ പറ്റി പറയുന്നുണ്ട്. എന്താ ആ മകൻ എന്താ മാതാപിതാക്കൾ മക്കളോട് വേണ്ട സമയത്ത് വേണ്ടത് പഠിപ്പിച്ചു കൊടുക്കുകയും ചൊല്ലിക്കൊടുക്കാതെയും ചെയ്തിട്ട് മകനിൽ നിന്ന് അക്രമപരമായ ദ്രോഹപരമായ അനുഭവങ്ങൾ നേരിടേണ്ടി വരുമ്പോഴേ മനുഷ്യത്വപരമായ രഹിതമായ പെരുമാറ്റങ്ങൾ അവന്റെ ഭാര്യയോടോ മക്കളോടോ നാട്ടുകാരോടോ ചെയ്തു കാണുമ്പോൾ മാതാപിതാക്കൾ അവനെ ശാസിക്കും, എട മകനെ നിനക്ക് മരിച്ചു പോവണ്ടേ, പടച്ചവന്റെ മുമ്പിൽ എത്തണ്ടേ. ആ നേരം ഈ മകന്റെ പ്രതികരണം എന്താണെന്നറിയോ? ഓഫില്ലക്കുമാ, ഛേ എന്ത് വർത്തമാനമാണ് തന്തയും തള്ളേ നിങ്ങൾ പറയുന്നത്. ഇനി മരിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ പുനർജനിക്കപ്പെടുമെന്നാണോ നിങ്ങൾ പറയുന്നത്? മുൻ തലമുറകൾ എത്ര കഴിഞ്ഞുപോയി, അവരാരും തിരിച്ചു വന്നില്ലല്ലോ. എന്തേ ഇതിന് കാരണം? ഈ കുട്ടിയുടെ കഥയും ചിന്തയും ഉറക്കുന്ന സമയത്ത് ഇവന്റെ മനസ്സിൽ കൊടുക്കേണ്ട പാഠങ്ങൾ കൊടുക്കാതെ വെറും ഭൗതികമായ ഒരു കാഴ്ചപ്പാടിൽ മാത്രം കേന്ദ്രീകരിച്ച് രാവും പകലും എല്ലാ സമയവും അതുമാത്രം പറഞ്ഞ് അതുമാത്രം പഠിപ്പിച്ച മകനെ വളർത്തിക്കൊണ്ടുവന്നിട്ട് ആ മകന്റെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും അവർക്ക് തന്നെ ദ്രോഹമായി ഭവിക്കുന്ന ഒരു ഭാവിയിൽ അവനോട് ആകെ പറയാനുള്ളൊരു വാക്ക് കൈമുതലായത് പടച്ചവനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും മാത്രമായിരിക്കെ ആ പരലോകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോ കെട്ടുകഥകൾ പറഞ്ഞ് ഭയപ്പെടുത്തല്ലേ മാതാപിതാക്കളെ എന്ന് തന്തയോടും തള്ളയോടും പറയുന്ന ഒരു മകനെ കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നു. ആ മകൻ റബ്ബിന്റെ കോടതിയിലെത്തുന്നൊരു സമയവും കൂടി പറയുന്നു, റബ്ബനാ സാദതനാ വകുബ്റാഅനാ ഫവല്ലൂന സബീൽ. ഞങ്ങളുടെ മുതിർന്നവരില്ലേ, അവരാ ഞങ്ങളെ കേടുവരുത്തിയവരാണ്. ആലോചിച്ചു. ഇതിന്റെ ബാക്കിയാണ് എനിക്ക് എൻ്റെ അടുത്ത ഭാഗമായി പറയാനുള്ളത്. അതെന്താണെന്നറിയോ? ഈ മക്കളെ ശ്രദ്ധിച്ചില്ല നിങ്ങൾ? ഞാൻ ഇങ്ങനെ പറയുന്നത് ഒരു തെറ്റായ സംസാരമല്ലല്ലോ, അങ്ങനല്ലല്ലോ. മക്കളെ നിങ്ങളും കൂടി ഇരുത്തി പറയുമ്പോൾ ഈ മക്കൾ നോക്കി, ഈ മക്കൾ നിങ്ങളെ പകുതിയാണല്ലോ, നിങ്ങളുടെ ഭാഗമാണല്ലോ. എൻ്റെ മകൻ നടക്കാൻ ഞാൻ നടക്കും പോലെ എൻ്റെ മകൾക്കുമുണ്ട് ആ സംസാരത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും ഒക്കെ രീതി. നമ്മുടെ സ്വഭാവം, നമ്മുടെ കുട്ടിക്കാലം നമ്മൾ കാണുന്നത് ഇവരിലൂടെയാണ്. ഉമ്മ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ ചെറുപ്പകാലത്തെ എല്ലാ കുറിച്ചുകളും എൻ്റെ അടുത്തുണ്ട്, നീ ഇങ്ങനെ തന്നെ ഇല്ലേ. എൻ്റെ ഉപ്പാനെ കണ്ട പലരും, എന്നോട് കണ്ടിട്ടുള്ളവർ പലരും പറഞ്ഞു, ഉപ്പാൻ്റെ കുട്ടിക്കാലം കണ്ടവർ പലരും പറഞ്ഞു ഞാൻ കേട്ടിരുന്നത്, നീ എൻ്റെ ഉപ്പാൻ്റെ അതേമാതിരി അതേ എല്ലാം എൻ്റെ അടുത്തുണ്ട്. ഈ മക്കൾ നമ്മളാണ്. എന്ത് രസമുണ്ട് ഇവരെ കാണാമെന്നറിയോ? നമ്മുടെ ബാക്കി ഉമ്മാൻ്റെ അതേ സ്വഭാവം, ഉപ്പാൻ്റെ അതേ പെരുമാറ്റം, അതേ നടത്തം, അതേ വർത്തമാനം, പാരമ്പര്യത്തിൻ്റെ ഘടകങ്ങൾ പേറിക്കൊണ്ട് ഈ മക്കൾ നമ്മെ പറിച്ചു വെച്ചവയാണ്. എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം, പാരമ്പര്യത്തിൻ്റെ ഘടകങ്ങളിൽ ചിലപ്പോൾ അമ്മാവൻ്റെതോ ഉപ്പയുടെ സഹോദരങ്ങളതോ ഒക്കെ കടന്നു വന്നേക്കാം സ്വഭാവ രീതികൾ. പക്ഷെ പൊതുവെ പറഞ്ഞാൽ നമ്മുടേതാണ്. ഈ മക്കൾക്ക് നമ്മൾ കാണുന്നൊരു വിലയുണ്ട്. ഈ മക്കൾ എന്താണെന്നറിയോ? എൻ്റെ സംസാര രക്ഷകർത്താക്കളോടാണ്, കുട്ടികൾ കേൾക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. പടച്ചവൻ നമ്മളെ ഏൽപ്പിച്ച അമാനത്തുകളാണ്, സൂക്ഷിപ്പ് മുതലുകളാണ് ഇതൊക്കെ. ഈ കുഞ്ഞുങ്ങൾ ഈ ദുനിയാവിൽ പിറവിയെടുക്കണമെന്ന് തീരുമാനിച്ചത് റബ്ബുൽ ആലമീനായ തമ്പുരാനാണ്. അവർക്ക് ഏത് മാതാവിനെയും പിതാവിനെയും തിരഞ്ഞെടുക്കാമായിരുന്നു പടച്ചവന്റെ തീരുമാനത്തിൽ. പക്ഷെ പടച്ചവൻ നിശ്ചയിച്ചത്, ഈ കുട്ടിക്ക് നിശ്ചയിച്ചത് ഇവന്റെ ഉപ്പയും ഉമ്മയുമാണ് ഇപ്പോഴുള്ള. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മക്കളെ പറ്റി മനസ്സിലാക്കുന്നത്, ഇതെന്നെ പടച്ചവൻ കാവലേൽപ്പിച്ചൊരു സാധനമാ, ഒരു മുതലാ. ഞാൻ നല്ലവണ്ണം കാത്ത് പരിരക്ഷിച്ച് അതിൻ്റെ എത്തിക്കേണ്ട വിധത്തിൽ എത്തിച്ചാൽ പടച്ചവന്റെ കോടതിയിൽ ഞാൻ രക്ഷപ്പെടും. ഞാൻ വീഴ്ച വരുത്തിയാൽ കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി, ഓരോരുത്തരും ഭരണകർത്താവാണ്, താൻ ഭരിക്കുന്നവരെ പറ്റി വിചാരണ ചെയ്യപ്പെടുമെന്ന ബോധം, ആ ബോധമാണ് നമ്മിലൊക്കെയും നിറഞ്ഞു നിൽക്കുന്നത്, നമ്മിലുണ്ടാവേണ്ടത്. അപ്പൊ അമാനത്താണ്, തീർന്നില്ല. ഈ മക്കൾക്ക് വേറെയുമുണ്ട് പ്രാധാന്യം. ഞാൻ മരിച്ചാൽ എൻ്റെ കാലശേഷം ഈ മക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നവരാവണം. അവർ ചെയ്യുന്ന ഓരോ പുണ്യകർമ്മത്തിൻ്റെയും ഒരു പങ്ക് അവർക്ക് നഷ്ടപ്പെടാതെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അവരുടെ ജീവിതത്തിൻ്റെ ഓരോ നിശ്വാസങ്ങളിലും ഓരോ നിമിഷങ്ങളിലും അവർ നന്ദിയോടെ സ്മരിക്കും, എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ. പറ, എന്താ നിങ്ങളുടെ അവസ്ഥ? ജീവിതത്തിന്റെ ഏത് സമയങ്ങളിലാണ് നിങ്ങളുടെ ഉപ്പാനെയും ഉമ്മാനെയും ഓർമ്മിക്കാത്തത് നന്ദിയോടെ? നിങ്ങൾ കയറി വന്ന പടവുകളിൽ മുഴുവൻ താങ്ങായി നിന്നതാണ് അവരിരുപേരും.
നിങ്ങളിലെ ഓരോ തെറ്റിനെ പറ്റിയും അവർ പറഞ്ഞു ഇല്ലേ? കൊതിക്കാറുണ്ട്. ഉപ്പ മരണപ്പെട്ടു പോയവനാ ഞാൻ, നിങ്ങളിൽ പലരെയും പോലെ. എൻ്റെ ഉമ്മയും ജീവിച്ചിരിക്കുന്നില്ല. പക്ഷെ എവിടെയൊക്കെയോ ഇങ്ങനെ തനിച്ചിരിക്കുമ്പോൾ തോന്നാറുണ്ട്, ഒന്ന് ഉപ്പ വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ, ഉമ്മ ഒന്ന് ശാസിച്ചിരുന്നെങ്കിൽ, ഒന്ന് സമാധാനിപ്പിച്ച് തലോടിയിരുന്നെങ്കിലെന്ന് കൊതിക്കുക. നമ്മൾ ലോകത്തൊരു ആളും കാണിക്കാത്ത സ്നേഹം, ഒരു കേന്ദ്രത്തിൽ നിന്നും കിട്ടാത്ത പരിഗണന, ഒരാളും കാണിക്കാത്തൊരു ഹൃദയ വായ്പ്, അത് വാരിക്കോരി തന്നവരവര്. അനുഗ്രഹിക്കണേ നാഥാവിരുപേരെയും മതിയാവില്ല. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിന്റെ നന്മകൾ അനുഭവിക്കുമ്പോഴും നന്ദി പടച്ചവന് കടപ്പാടുകൾ മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കാൻ നമ്മൾ അവർക്ക് വേണ്ടി. ചുരുക്കം ചിലർക്ക് ദുഃഖകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോഴും അതിനുമുണ്ടൊരു സുഖം. അവിടെയുമുണ്ട് ഉപ്പാന്റെ ക്രൂരത കാണിച്ച, ശൗര്യം കാണിച്ച മാതാപിതാക്കൾ ഉണ്ടായേക്കാം. അവരുമുണ്ട്. എവിടെയൊക്കെയോ നിങ്ങളോട് കനിവ് കാണിച്ചിട്ടുണ്ട്. അതാണ് അവസ്ഥ, സത്യം. അപ്പോ ആ അർത്ഥത്തിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് കാണിച്ച ആ ഒരു ആ ഒരു ബന്ധമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. അമാനത്ത്, നമ്മൾ ഏൽപ്പിച്ച അമാനത്ത്. അള്ളാഹു നമ്മളെ കാത്തു. അപ്പോ നമ്മുടെ കാലശേഷം ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ ഖബർ തിരിഞ്ഞു നോക്കാത്തവരാവരുത്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവരാവരുത്. നമ്മുടെ മക്കളെ കുറിച്ച് ഒരുത്തരും അയ്യേ എന്ന് പറയേണ്ടി വരരുത്. ഏത് കുരുത്തം കെട്ടവന്റെ മകനാണിത്, ഏത് കുരുത്തം കെട്ടവന്റെ മകളാണിത്, ഒരു അതവില്ലാതെ ഈ കുട്ടിക്കൊന്നും തന്തയും തള്ളയുമില്ലേ എന്ന് മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കരുത്. ഒരു മിനിറ്റ് ഞാൻ നിങ്ങൾക്കോട് ചോദിച്ചോട്ടെ, ഒരു സദസ്സിൽ വന്നാൽ പെരുമാറേണ്ട മര്യാദ നിങ്ങൾ പഠിച്ചില്ലായിരുന്നോ നേരത്തെ? മോറൽ സ്റ്റഡീസിലും ക്ലാസ്സുകളിലും പറഞ്ഞു തന്നതല്ലേ? കൊച്ചുകുട്ടികളെ ഞാൻ എടുത്തു കളയാം, അവർക്ക് ഇത്രയധികം സമയമൊന്നും ഇരിക്കാൻ പറ്റില്ല. മുതിർന്ന ആൾക്കാരെ കഥ പറയട്ടെ. ടാപ്പിലൊക്കെ ശരിക്കും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഓതെടുക്കാനൊന്നൊരു താല്പര്യമില്ല, കുളിക്കൂല്ല, അങ്ങനെ ഇരുന്നോളൂ. ഇന്ന് വെള്ളം കുറവാന്ന് പറഞ്ഞാലോ കുളിയോട് കുളി, അലക്കലോട് അലക്കല്, ഓതുണ്ടാക്കിയിട്ട് തീരൂല. അപ്പൊ പിന്നെ തന്നെ ഇതേടൊപ്പം തിരക്ക് ഒന്നുമില്ല, വെള്ളം കുറവാന്ന് പറഞ്ഞപ്പോ സുബൈക്ക് കുളിച്ച് അലക്കി തേച്ച് മൂപ്പർ റെഡി. ഇനി ബാക്കിയുള്ളവനൊക്കെ എന്തായാലും തിരക്കേടില്ല. ഏതെന്റെ ഇങ്ങനെ ഒരു ശീലം വന്നത്? പറഞ്ഞു വെച്ചത് ഭക്ഷണ സാധനം കിട്ടുന്നതാണ്. തിരക്കുമ്പോ നമ്മൾ പഠിക്കണം, ഞാൻ തിരക്കൂല, ഞാൻ അതിനൊന്നുമില്ല. ഈ ഹാള് വൃത്തിയാക്കാതെ നിങ്ങൾ ഒറ്റൊരുത്തന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞേക്കൂല. ചായ കളയാനുള്ളതാ ഈ സ്ഥലം? കച്ചറയുടെ ആ ഒരു സ്ഥലം ഉണ്ട്, അവിടെയാണ് കച്ചറ കൊണ്ടുവരേണ്ടത്. വൃത്തി ഈമാന്റെ പകുതിയാണല്ലോ ആ പ്രവാചകൻ പഠിപ്പിച്ചത്. ഒരു മനുഷ്യൻ എത്രത്തോളം വൃത്തിയിൽ താല്പര്യം കാണിക്കുന്നു അത്രത്തോളം അവന്റെ ഈമാനുണ്ടെന്ന. ഇത് പോയാൽ യുദ്ധക്കളം മാതിരി ആവാൻ പാടുണ്ടോ ഈ സ്ഥലങ്ങൾ? അവരതുകൊണ്ട് ഇവിടെയൊക്കെ പെരുമാറാൻ, ഇന്നടുത്ത് വഴി, ഇന്നടുത്ത് ഇരിക്കാൻ. കൊച്ചുകുട്ടികൾ, ചെറിയ മക്കളെ ഞാൻ ഒരു ലക്ഷം കഥയുറച്ചവർ, 7 വയസ്സോ 8 വയസ്സോ ഒക്കെ ആയിക്കഴിഞ്ഞ കുട്ടികൾ, അതാ രീതി നമ്മൾ കാണേണ്ടതല്ലേ? നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യം പറയട്ടെ ഞാൻ. എന്തേ നിങ്ങളുടെ പാൻറ്റുകളൊക്കെ, ഡ്രസ്സൊക്കെ നെരിയാണിക്ക് താഴെ വന്നത്? ഇയാള് പ്രസംഗിക്കേണ്ടില്ലായിരുന്നു, നേരത്തെ പിരിച്ചുവിട്ടാൽ മതിയായിരുന്നു ഈ പരിപാടിയില്ലേ. നിങ്ങൾ എന്തെല്ലാം കച്ചറയായിട്ടാണ് ഈ നടക്കണമെന്ന് അറിയോ? മുനിസിപ്പാലിറ്റിന്റെ പണി നിങ്ങളാ എടുക്കണേ. ആ പാൻറ്റിന്റെ ഷർട്ട് കളർ മഞ്ഞാക്കിയാൽ ശമ്പളം കിട്ടും നിങ്ങൾക്ക്. എന്നിട്ട് ഇത് ഏറ്റ് ഞങ്ങൾ പള്ളിയിൽ വരണത്. നിങ്ങൾ ഇത് വെച്ചോട്ടാ ബാക്കിയുള്ള സുജൂദ് ചെയ്യേണ്ടത്, മൂക്ക് പൊത്തേണ്ടി വരിക. അല്ല, ഇവിടെ നിങ്ങൾക്കൊരു പ്രത്യേക ഐഡന്റിറ്റി ഇല്ലേ? ഇതാണ് എൻ്റെ അടുത്ത പോയിന്റ്. എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞു വന്നത് പൂർത്തീകരിക്കാം. എന്താ പറഞ്ഞത്? ഈ മക്കൾ നമ്മുടെ മുത്ത്, നമ്മുടെ അമാനത്തുകൾ. സ്നേഹിക്കുന്നു നാം അവരെ. അബ്ദുല്ലാഹിബിൻ മുബാറക് ഒരു പഴയ കാല താബി പണ്ഡിതനാണ്. കേൾക്കുക, ജീനിയസുകൾ. അദ്ദേഹം ഒരു സൈന്യത്തിന്റെ നയിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാം. ആ സൈന്യത്തിലെ സങ്കേതത്തിൽ രാത്രി തമ്പടിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണല്ലോ. അദ്ദേഹം പറഞ്ഞു, നാം ചെയ്യുന്ന ഈ ശ്രമം പടച്ചവന്റെ പക്കൽ പ്രതിഫലമുള്ളതാണ്. എന്നാൽ ഇതിനേക്കാളും പ്രതിഫലം കിട്ടുന്ന ചില ആളുകൾ നാട്ടിലുണ്ടെന്ന് പറഞ്ഞു. ആരാന്ന് ചോദിച്ചു ശിഷ്യന്മാർ. അദ്ദേഹം പറഞ്ഞു, തൻ്റെ ഉറങ്ങുന്ന മക്കളുടെ അരികത്ത് വന്ന് നോക്കിയിട്ട് അവർ പുതച്ചിരിക്കുന്ന പുതപ്പൊക്കെ ശരിയല്ലേ എന്ന് നോക്കിയിട്ട് അവരെ നേരെ കെടുത്തി അവരെ പുതപ്പിച്ചു പോകുന്ന ഒരു ഉപ്പയില്ലേ, ആ ഉപ്പാക്ക് നാം ചെയ്യുന്ന ജിഹാദിനേക്കാളേറെ പ്രതിഫലമുണ്ട്. വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിൽ നിന്നും പ്രവാചക വചനങ്ങളിൽ നിന്നും ആശയവും സംസ്കാരവും പഠിച്ചെടുത്ത ഒരു മഹാന്റെ വാക്കുകളാണിത്. അറിയോ?
നിങ്ങൾക്കറിയോ മക്കളെ, നിങ്ങൾ കിടന്നുറങ്ങണ ഒരു സ്ഥലത്താവും, ഡീക്കൽ വേറെ സ്ഥലത്താ. ഉമ്മ എടുത്തുകൊണ്ടേ കെടുത്തിയതാ, നിങ്ങളെ ഉപ്പെടുത്തുകൊണ്ടേ കെടുത്തിയതാ. ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ അരികത്ത് വന്നു നോക്കി, കൈയും കാലും മുഖവും ഒക്കെ വെച്ചിരിക്കുന്നത് നേരെയല്ലേ എന്ന് നോക്കി. തണുത്ത് കിടക്കുന്ന കുട്ടിക്ക് പുതപ്പിട്ട് മൂടി കിടക്കുന്നവരാ നിങ്ങളുടെ മാതാപിതാക്കൾ. നിങ്ങൾ ഉറങ്ങിയോ എന്ന് ഉറപ്പുവരുത്തി നിങ്ങൾക്ക് സമാധാനം വന്നോ എന്ന്. എന്റെ ചോദ്യം ഇതാണ്, ഈ മക്കൾ നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾക്ക് നേരെ പരാതി പറഞ്ഞാൽ സഹിക്കുമോ നിങ്ങൾ? ഈ മക്കൾ ഈ ദുനിയാവിൽ നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിച്ചാൽ പൊറുക്കുമോ നിങ്ങൾ? ചിന്തിക്കാൻ വയ്യ. എന്റെ മകൻ എനിക്ക് നേരെ വിരൽ ചൂണ്ടി ശാസിക്കുന്നത്, എന്റെ മക്കൾ എനിക്ക് നേരെ സംസാരിക്കുന്നത് ഒരു പിതാവെന്ന നിലയ്ക്ക് എനിക്ക് ഓർക്കാൻ പോലും വയ്യ. പക്ഷെ പറ എത്ര പേർക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും സ്വന്തം മക്കളെ പറ്റി? ഇല്ല, അവൻ എന്നോട് അപമര്യാദയായി ഒന്നും പറയില്ല. ഞാൻ പറയുന്നത് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ പോലും അവൻ മിണ്ടാതെ തലകുനിച്ചു പോയേക്കും, അവൾ മിണ്ടാതിരുന്നേക്കുമെന്ന്. ഞാൻ നിങ്ങളോട്, എൻ്റെ രക്ഷകർത്താക്കളോട് സംസാരിക്കുന്ന വശം ഇതാണ്. ഈ മക്കൾ പലതുമാവണമെന്ന് ചിന്തിക്കുന്ന നാം ചിന്തിക്കുക, ഈ മക്കൾ എന്നോടൊരു ശത്രുത കാണിക്കുന്നവനായി തീരരുത്. നാളെ റബ്ബിന്റെ കോടതിയിൽ ഈ മക്കളെ താലോലിച്ച് വളർത്തി കൊണ്ടുവന്നിട്ട് ഈ മക്കൾ എനിക്ക് നേരെ പടച്ചവനോട് പരാതി പറയുന്നവരാവരുത്. അതിനുള്ള തീരുമാനം എന്താണെന്നറിയോ? ഞാൻ തുറന്നു പറയട്ടെ, പല രക്ഷകർത്താക്കളും കാണിക്കുന്ന നിസ്സംഗത അവസാനിപ്പിക്കുക. മകന്റെ തെറ്റുകൾ കണ്ടാൽ, മകളുടെ പോരായ്മ കണ്ടാൽ അതിനെപ്പറ്റി കാമ എന്ന് മിണ്ടാതെ നടക്കുന്ന രക്ഷകർത്താക്കളുണ്ട്. പുരുഷന്മാർ, പിതാക്കൾ പറയാൻ മെനക്കെട്ടാൽ പിതാക്കളെ തടയുന്ന പെണ്ണുങ്ങളുണ്ട്, ഭാര്യമാരുണ്ട്. ഭാര്യമാർ പറയുമ്പോൾ പിതാക്കൾ അവൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മധ്യസ്ഥം പറയാൻ വരുന്നവരുണ്ട്. അരുത്. ഈ മക്കളുടെ ഭാവി എന്താണ്? ഈ മക്കൾ എവിടെയെത്തും? ഇവരെന്ന് കരയും, ഇവരെന്ന് ചിരിക്കും? ഇവരുമ്മാടെ ഗർഭത്തിലിരിക്കുമ്പോൾ എഴുതി വെച്ചതാണ് പഠിച്ചവരാ നമ്മളൊക്കെ. അതിനുള്ള തത്രപ്പാടും ബദ്ധപ്പാടും നാം ചെയ്യണമെന്ന് മാത്രം. ബാക്കി മുഴുവൻ പടച്ചവനോട് പരാതി പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് ആവലാതി പറഞ്ഞ് കരഞ്ഞു തേടുക. പക്ഷെ ആ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും മനസ്സിൽ വെച്ച് പുലർത്തുമ്പോഴും മനസ്സിലൊരു തീരുമാനമുണ്ടാവണം. എന്റെ കുട്ടി ഒരു മുസൽമാനായ കുട്ടിയായി വളരണം. അവൻ പടച്ചവനെ നിന്ദിക്കരുത്, പ്രവാചകനെ നിന്ദിക്കരുത്, ഇസ്ലാമിനെ പുച്ഛിക്കരുത്, വിശുദ്ധ ഖുർആനെ തള്ളിപ്പറയരുത്. ഈ കുട്ടി ഒരിക്കലും ഇസ്ലാമിന് ശത്രുവായി മാറരുത് എന്ന ബോധമുണ്ടായി അശക്തമായ പിടുത്തമുണ്ടാവണം മക്കളിൽ. മാതാപിതാക്കൾ സ്ഥാനം നിർവഹിക്കുക. ഈ മക്കൾക്ക് നിങ്ങളോട് ചിലപ്പോൾ താൽക്കാലികമായ ഒരു വിരോധം തോന്നിയേക്കാം. പക്ഷെ അവർക്ക് കഥയുറക്കുന്ന ഒരു സമയത്ത്, ബോധമുറക്കുന്ന ഒരു സമയത്ത് എന്റെ നല്ലവനായ ഉപ്പ, എന്റെ നല്ലവളായ ഉമ്മ എന്നല്ലാതെ നിങ്ങൾക്കെതിരെ വരെ നാവുകൾ ചലിക്കില്ല. നേരെ മറിച്ച് ഇപ്പോഴത്തെ കഥയുറക്കാത്ത ഈ കുട്ടിയുടെ പ്രതികരണം ഭയപ്പെട്ട് നിങ്ങൾ നിസ്സംഗരായി മാറുന്നുവെങ്കിൽ ഇവന് കഥയുറക്കുന്ന ഒരു സമയത്ത്